നമ്മുടെ കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ല കാസർഗോഡ് ജില്ലയാണ്. അതുവരെ നമുക്ക് 13 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. 1984 കാസർഗോഡ് ജില്ല രൂപീകൃതമാവുന്നത്. കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്. എന്തിനാണ് കണ്ണൂർ ജില്ലയെ വിഭജിച്ച് മറ്റൊരു ജില്ല രൂപീകരിച്ചതെന്ന് സഹോദരിക്കറിയുമോ? അത് സഹോദരി വിചാരിക്കുന്നത് പോലെ അക്കാലത്ത് ആർക്കെങ്കിലും പ്രത്യേകമായ മതപരമായ വിശ്വാസപരമായ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിലായിരുന്നില്ല. കുറെ പേർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണമെന്നോ ഏതെങ്കിലും ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ പ്രത്യേകമായ ഒരു പ്രദേശം വേണം എന്ന ഉദ്ദേശത്തിലൊന്നുമല്ല അന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയെ രണ്ടായി മുറിച്ചത്. അതിൻ്റെ കാരണം ഉയർന്ന ജനസംഖ്യാ നിരക്കായിരുന്നു. കണ്ണൂർ ജില്ല രണ്ടായി മുറിക്കുമ്പോൾ അവിടുത്തെ ജനസംഖ്യാ നിരക്ക് 1984 കണക്കനുസരിച്ച് ഏതാണ്ട് 28 ലക്ഷത്തിന് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയെ മുറിച്ച് കാസർഗോഡ് ജില്ല കൂടി രൂപീകരിച്ചത്. ഇനി നിലവിൽ ജില്ലാടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനസംഖ്യ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. 2011 കണക്കുകൾ വെച്ച് നോക്കിയാൽ 47 ലക്ഷമാണ് മലപ്പുറത്തെ ജനസംഖ്യ. ഇപ്പോൾ അതൊരു പക്ഷേ 50 അടുക്കുകയോ അല്ലെങ്കിൽ 50 മുകളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ സേവനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാത്തിലും ഉപരി അടിസ്ഥാന സൗകര്യം എല്ലാവരിലേക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി 28 ലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്ന കണ്ണൂർ ജില്ലയെ രണ്ടായി മുറിച്ച് കാസർഗോഡ് എന്നൊരു പുതിയ ജില്ല രൂപീകരിക്കാമെങ്കിൽ 50 ലക്ഷമോ അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലോ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയെ എന്തുകൊണ്ട് രണ്ടായി വിഭജിച്ചുകൂടാ? ഭരണപരമായ സൗകര്യങ്ങൾ അവർക്ക് വേണ്ടേ? അടിസ്ഥാന സൗകര്യങ്ങൾ അവരിലേക്കും എത്തണ്ടേ? കൃത്യമായ സർക്കാർ സേവനങ്ങൾ അവർക്കും മുടങ്ങാതെ ലഭ്യമാവണ്ടേ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലപ്പുറത്തിന് ശ്വാസം മുട്ടുകയാണ്. അത് ഈ വെള്ളാപ്പള്ളി നടേശനും സംഘപരിവാറും ഒക്കെ പറയുന്നത് പോലെ ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള ശ്വാസം മുട്ടലല്ല. ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ഭരണപരമായ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട സർക്കാർ സേവനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ജനങ്ങൾക്ക് അതൊന്നും കൃത്യമായി കിട്ടാത്തതിൻ്റെ വലിയ തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. ആ വിഷയം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സഹോദരി കാന്തപുരം ഉസ്താദ് കാലിക പ്രസക്തമായ ആവശ്യം മുന്നോട്ട് വെച്ചത്. പിന്നെ സഹോദരി എന്താണ് പറഞ്ഞത്? കാന്തപുരം ഉസ്താദ് യത്തീം കുട്ടികളെ സംരക്ഷിക്കുന്നതും അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് പണം കൊണ്ടുവന്നിട്ടല്ല, ഈ ആളുകളിൽ നിന്നും പിരിച്ചും സംഭാവനകളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണല്ലോ. അതുകൊണ്ട് അത് ഈ പറയുന്നത് പോലെ വലിയൊരു സംഭവമല്ല എന്ന രീതിയിലാണ് സഹോദരി പറഞ്ഞത്. ശരിയാണ്, ഉസ്താദ് ഓരോ മാസവും തൻ്റെ കുടുംബ സ്വത്തിൻ്റെ ഒരു ഭാഗം വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടുവന്നല്ല ഈ പറയുന്ന കുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്നതും തീറ്റിപ്പോറ്റുന്നതും. പക്ഷേ ഈ സംഭാവന ആരാണ് സഹോദരി ചോദിക്കുക? ആരാണ് പിരിവിന് പോവുക? സഹോദരി കാലയളവിനുള്ളിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അനാഥരായ സാധുക്കളായ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വേണ്ടി, ആ കുട്ടിയുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആരോടെങ്കിലും കൈ നീട്ടിയിട്ടുണ്ടോ? അവർക്കൊരു സഹായം എത്തിക്കാൻ ഏതെങ്കിലും രീതിയിൽ സഹോദരി ശ്രമിച്ചിട്ടുണ്ടോ? എന്നാൽ കാന്തപുരം ഉസ്താദ് കൈ നീട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ആയിരക്കണക്കിന് യത്തീം കുട്ടികൾക്ക് വേണ്ടി, 10,000 മുത്താലിമീങ്ങൾക്ക് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു ജോഡി ഡ്രസ്സിന് വേണ്ടി, സ്കൂൾ തുറക്കുന്ന കാലമാകുമ്പോൾ അവർക്ക് പുസ്തകങ്ങളും ബാഗും കുടയും വാങ്ങാൻ വേണ്ടി, ഒരു ജോഡി ചെരുപ്പിന് വേണ്ടി എല്ലാവരോടും ഉസ്താദ് കൈ നീട്ടിയിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട്. പലതരത്തിലും പല രീതിയിലും പല രാജ്യങ്ങളിലും ഉസ്താദ് കറങ്ങി നടന്ന് ഈ രീതിയിൽ ആളുകളോട് പിരിവുകൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര പേർക്ക് പോയി പിരിവുകൾ ചോദിക്കാൻ സാധിക്കും? അങ്ങനെ എത്ര പേർക്ക് സംഭാവനകൾ ചോദിക്കാൻ സാധിക്കും? ഇനി സാധിച്ചാൽ തന്നെ അത് എത്ര കാലം തുടരാൻ പറ്റും? എനിക്ക് പറ്റില്ല, സഹോദരിക്ക് പറ്റുമോ? സ്വന്തം ജീവിതം തന്നെ ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ എത്ര പേരെ കൊണ്ട് സാധിക്കും? എത്ര പേർക്ക് ഇത്തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളുടെ വിപ്ലവകരമായ മുന്നേറ്റങ്ങളുടെ ഭാഗമാവാൻ, അതിന് ചുക്കാൻ പിടിക്കാൻ സാധിക്കും? പ്രിയപ്പെട്ട സഹോദരി, കാന്തപുരം ഉസ്താദ് പഠിച്ചിറങ്ങിയ കാലത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പള്ളിയിൽ ജോലി ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും മാത്രം നോക്കി ജീവിച്ചു പോകാമായിരുന്നു. അത്തരത്തിൽ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയോഗം അതായിരുന്നില്ല. ഈ വീഡിയോയിലൂടെ സഹോദരി കാന്തപുരം ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോഴും ഉസ്താദ് പ്രായത്തിൻ്റെ അവശതയെല്ലാം മറന്ന് വലിയൊരു ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിലാണ്. മനുഷ്യർക്കൊപ്പം എന്നൊരു പ്രമേയം ഉയർത്തിപ്പിടിച്ച് ഉസ്താദ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ജനമനസ്സുകളിൽ ഉസ്താദ് ചേക്കേറുകയാണ്. മനുഷ്യർക്കൊപ്പം എന്നൊരു പ്രമേയം ഇക്കാലത്ത് ആർക്കും തൊടാനുള്ള ധൈര്യമില്ല. നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെയും മാംസത്തിൻ്റെയും ജാതിയുടെയും ദേശത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് മനുഷ്യരെ നിഷ്കരണം കൊന്നുകളയുന്ന ഈ കാലത്ത് ഒരാളും പറയാത്ത, ഒരാളും തൊടാൻ ധൈര്യം കാണിക്കാത്ത, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് വരാത്ത ഒരു പ്രമേയം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് മനുഷ്യർക്കിടയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് സഹോദരി, ഗാലറിയിൽ ഇരുന്ന് ആർക്ക് എന്ത് കമൻറ്റും പറയാം,
എന്നാൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണമെങ്കിൽ അസാധ്യമായ ക്ഷമയും അർപ്പണ മനോഭാവവും കൈമുതലായി ഉണ്ടാവണം. സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ സഹോദരി ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ സജീവമാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളാണ് കാന്തപുരം ഉസ്താദ്. അതുകൊണ്ട് തന്നെ ഒരായുഷ്കാലം മുഴുവൻ ഒരു സമൂഹത്തിന് വേണ്ടി ജീവിച്ചു തീർത്ത ആ മഹാനുഭാവനെ കുറിച്ച് 4 ലൈക്കിനും ഷെയറിനും വേണ്ടി വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാനാവില്ല. കാന്തപുരം ഉസ്താദിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർത്തെടുക്കപ്പെട്ട ഒരു സമൂഹത്തിലെ അംഗമാണ് ഈ ഞാനും. അതുകൊണ്ട് തന്നെ സമർപ്പണ ജീവിതത്തിന്റെ പര്യായമായ ആ വ്യക്തിത്വത്തെ ആരെങ്കിലുമൊക്കെ അറിവില്ലായ്മ കൊണ്ടോ അർത്ഥസത്യങ്ങൾ കൊണ്ടോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവരെ തിരുത്തേണ്ടതും അതിനെതിരെ പ്രതികരിക്കേണ്ടതും എൻ്റെ കടമയാണ്, കർത്തവ്യമാണ്.